ഹലോ ഹലോ. ആ അതെ, ആര്? ഇയാൾക്ക് ഇതിന് ഒച്ചയായിട്ട് ലോക്കം വരും. ഹലോ. ഓ ആർക്കാള് പോലെ ഈ സാധനം ഇവിടെ എടുത്ത് കളഞ്ഞാലും ശരിയാവുള്ളൂ. ഹലോ. ആ അതെ സുജയ, ചത്തിട്ടില്ല. അതെന്നല്ലേ പറയണേ, ചത്തിട്ടില്ലാന്ന്. അത് ഞാൻ എങ്ങനെ പറയാ, ഞാൻ കണിയാനൊന്നുമല്ല. ഹലോ ഹലോ. ഇവനൊക്കെ എത്ത്. ആരോടാ നീ ഫോണിൽ കൂടെ അംഗം? മസ്കറ്റീന്ന് ഗീതമായുടെ നായര്. മുത്തശ്ശി ഇന്ന് ചാകുമെന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം? ഈ സാധനത്തിന് കിടക്കി കിടന്ന ചൊറിയോ? അത് പോയി കിടക്കാൻ മുറ മുത്തശ്ശ. വായി പൊളിച്ച് എന്ത് ശേല. പുലിയോ? മോനെ ഗംഗാര, ഗംഗാര കഴിഞ്ഞോ? എന്ത് അമ്മായി ഇന്ന് രാവ് വെളുപ്പിക്കില്ലാന്ന് പണിക്കര് പറഞ്ഞല്ലേ സുനന്ദ പറയണേ? അതൊക്കെ ഈശ്വരൻ വിചാരിക്കുമ്പോ നടക്കട്ടെ. താൻ അകത്ത് പോയി നല്ല കിടക്കയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ആവുമ്പോ വിളിക്കാം. മണി 11:20. 12 കഴിഞ്ഞ പഞ്ചമം. പഞ്ചമത്തിൽ എന്തെങ്കിലും സംഭവിച്ച 5 മരണം. അതെ, അതെനിക്ക് പേടി. പേടിക്കണം? ഞാനെന്തിനാ പേടിക്കണേ? ഷുഗർ കൺട്രോൾ, പിന്നെ ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ബി പി അതിനെല്ലാം മരുന്ന് കഴിക്കുന്നത്. ചാവാൻ ഒരു പനി വന്നാ മതി. ഏയ് ശ്രീധര മാമക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? എനിക്ക് വയസ്സ് എത്ര ആയിക്കോട്ടെ, ഞാൻ ചിലതൊക്കെ കണ്ടിട്ടേ പോവും എന്റെ ഗംഗാര. ഞാനും. ചെല്ല്. മുത്തശ്ശി മുത്തശ്ശി. ഞാൻ വിട്ടു. വെരി ഗുഡ്. ഹരി, താങ്ക് യു നിന്ന ചേച്ചി. ഓ എനിക്ക് ലൈഫ് കിട്ടി. നോക്കട്ടടി. അയ്യടാ, എന്നിട്ട് കെട്ടിയോ കുറഞ്ഞു കൊടുക്കാനല്ലേ? അത് വേണ്ടട്ടാ. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അത് കറക്റ്റ്. ഗീതേ, സുരേഷ് വിളിക്കണോ തന്നെ? ഇപ്പോഴോ? പിന്നെ വിളിക്കാൻ പറ. അവൻ നാളെ പുറപ്പെടണോ വേണ്ടോ എന്ന് വരാൻ പറ ശ്രീധര മാമ. വന്നാ വെറുതെ ആവുമെന്നാ ചോദിക്കണേ. വെറുതെ ആവുന്നോ? കഴിഞ്ഞ തവണ ലക്ഷ്മിക്ക് സൂക്കട് കൂടുതലാന്ന് അറിയിച്ച് വന്നിട്ട് ചത്തില്ലല്ലോ. വരവ് വേസ്റ്റായി. ഇത്തവണ മരിച്ചിട്ട് വന്നാ പോരേന്ന്. ശ്രീധരമാമ എന്തായി പറയണേ? അവൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം ഞാനീ പറയണേ. എന്ത് മര്യാദകളടി നിന്റെ ഭർത്താവ് പറയണേ? ആര് പറഞ്ഞു അവനോട് ഇങ്ങോട്ട് വരാൻ? അവൻ വരണ്ട. എന്റെ അമ്മ മരിച്ചാലും വരണ്ട. ഫോൺ കട്ട് ചെയ്തോ ശ്രീധര മാമ? ഇല്ല, അപ്പൊ വിളിക്കും. കളിയുടെ രസം കളഞ്ഞു. നിങ്ങൾ കളിച്ചോ രസിച്ചോ, പക്ഷേ ഒരാൾ ഇന്നോ നാളെയോ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവളോട് ഇത്തിരി മര്യാദ കാട്ടിയ നല്ലത്. ഹരി, നമ്മളിപ്പോ എന്താ മര്യാദയോട് കാണിച്ചേ? അമ്മയ്ക്ക് സുഖമില്ല, വയസ്സായി. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ സദാസമയവും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും സുരേഷേട്ടൻ നാളെ ഇങ്ങോട്ട് പുറപ്പെട്. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണോ? ശരി. ദേ, എന്താ ഇത്തിരി അങ്ങോട്ട് നീങ്ങി കിടന്നേ. അമ്മ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പണിക്കര് പറഞ്ഞത്? ഞാൻ ജോലിസയല്ല പറഞ്ഞത്, മെഡിക്കൽ സയൻസ്. പൾസ് റേറ്റ് കൂടി. നമ്മൾ വെറുതെ ലീവ് എടുത്തു വന്നത് നഷ്ടം. സാരില്ല, താൻ കിടന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. ഇന്നും 2 സിസേറിയൻ ഉണ്ടായിരുന്നു. എത്ര കാശാ നഷ്ടം. എങ്ങനെയുണ്ട് എന്റെ വീട്? വാ. എന്താ പേടിച്ചു നിൽക്കണേ? വാ.
കേട്ടോടി ലച്ചു, നിന്റെ അമ്മയ്ക്ക് വിശ്വാസം പറഞ്ഞില്ല. നമ്മള് കേട്ടു അവിടെ. പിന്നെ ഇത് നമ്മുടെ വീടല്ലേ, അച്ഛന്റെ അമ്മയുടെയും ലച്ചുന്റെയും ചിന്നുന്റെയും വീട്. അറിയാനങ്ങൾ എവിടെ? ഏയ് എന്താ വേണ്ടേ? എന്താ വേണ്ട നിങ്ങക്ക്? ഇവിടുന്ന് ആരാണാവോ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെ കാണണ്ടേ? എല്ലാരെയും കാണണം. എന്താ കാര്യം? കാര്യം ഉണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്ക് പെണ്ണും പെടക്കോഴി. ഒരു 10 മണിയായിട്ട് വാ. നമുക്ക് കണി കൊള്ളാം. അല്ല, കുട്ടിയുടെ പേരെന്താ? താനെന്തിനാ എന്റെ പേരറിയണേ? കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ആ, എനിക്ക് അച്ഛനില്ല. ഓ, അമ്മയുടെ പേരോ? അമ്മയില്ല. കുട്ടി ഇവിടുത്തെ ആരാ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ? ഞാനൊരു മനുഷ്യൻ. ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചു വല്ല നായോ നരിയോ മറ്റോ ആണെന്ന്. ഇത് ഇവിടുന്ന് കുറ്റിയും കുറച്ച് വരണമാവോ? സുജേ, ആരാ അത്? ആ, ഒരു മനുഷ്യനാന്നാ പറയണേ. ശ്രീധരൻ മാമ. എന്ത് ചതിയാടാ നായിന്റെ മോനെ നീ ചെയ്തത്? ശ്രീധരൻ മാമേ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കായിരുന്നില്ലടാ. വന്നൂലോ, മരിക്കണതിന് മുമ്പ് അവർക്കൊന്ന് കാണാൻ പറ്റൂലോ. അതും സാധിക്കുമെന്ന് അറിയില്ല. ഇന്നൊക്കെ 7 ദിവസമായി ഒരു വാക്ക് മിണ്ടിയിട്ട്, കണ്ണൊന്ന് തുറന്നിട്ട്. നിന്റെ അമ്മ ലക്ഷ്മി, നിന്റെ മോൻ വന്നു. അവനെ ഒന്ന് കാണണ്ടേ നിനക്ക്? അമ്മേ, ഞാൻ വന്നു. നിന്റെ രവിയാ. അമ്മേ, മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി മതി, അധികം ശല്യപ്പെടുത്തണ്ട. ഇത്തിരി ശല്യപ്പെട്ടോട്ടെ, സ്വന്തം മോനാ. ആരായാലും എനിക്കിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഹോം നേഴ്സാ. ആ രവി, ഇത് ആരൊക്കെയാ നോക്കി? സുനന്ദേ, കരയാതെ, ഞാൻ വന്നില്ലേടി. എന്നാലും 10-18 കൊല്ലായിട്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ മറന്നുല്ലോ. രവിയേട്ടനെന്ന് സന്തോഷമായി എന്നറിയോ? നീ എന്താ ഒന്നും വേണ്ടാത്തെ? ഓർക്കുണ്ടോ രവിയേട്ടനെ? ഓ, ഭാര്യ മക്കളൊക്കെ ഉണ്ടോ ഏട്ടാ? അപ്പോ മറന്നിട്ടില്ല. എന്തിനിപ്പോ അങ്ങോട്ട് പോന്നെ? അച്ഛൻ മരിച്ചപ്പോ ഒന്ന് അറിയിക്കാൻ. അച്ഛന്റെ കാര്യം പോട്ടെ, അച്ഛൻ നിന്റെ ശത്രുവായിരുന്നല്ലോ. ഞങ്ങളോ പാവം അമ്മയെ പോലും മറന്നില്ലടാ നീ. കഴിഞ്ഞതൊക്കെ പോട്ടെ രാജേന്ദ്ര, വന്നൂലോ അവൻ. ലക്ഷ്മിക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യം കണ്ടാ തിരിച്ചറിയുന്ന ആർക്കറിയാം. ആ, ഇനി എല്ലാവരും ദേവിയുടെ മുറി നിന്ന് പോണം. പേഷ്യന്റിന് വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. യൂറിൻ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഇതുവരെ. ഓ, ആ, ഇനി നിങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തേ. നീ അല്ലടാ അതെടുത്തത്? ഞാനല്ല. പിന്നെ ആരാടാ അതെടുത്തത്? ഞാനല്ല. സത്യം പറടാ. ഞാനല്ല, ഞാൻ മദ്യം കഴിക്കില്ല. നീ അല്ലാതെ ഇവിടെ പിന്നെ ആരാടാ എടുക്ക? അവൻ തന്നെ അച്ഛാ. അയ്യോ, ഞാനല്ല, ഏട്ടനാ. മോണ പറയുന്നോടാ റാസ്കൽ. കൊല്ലം 7 ആവും. ഒരസുഖം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. മരിക്കുമ്പോ നിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായില്ല, ലക്ഷ്മിക്ക് മനസ്സിലായില്ല. നിന്നോട് കാണിച്ച ക്രൂരതകൾക്ക് ക്ഷമിക്കണമെന്നായിരിക്കും. ആയിരിക്കില്ല, ശപിക്കുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു.
ആളും പോയി. ആ ഫയൽമാനെ മനസ്സിലായോ? ശ്രീധര മാമ ഇന്ന് എത്ര നടന്നറിയോ? 5 കിലോമീറ്റർ. അയ്യോ, ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ ആ നൂല് പോലും ആവൂലോ വക്കീലേ. BP കുറഞ്ഞു. ഓ, മറ്റവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആരെ? ഷുഗറേ. ഓ, പാവയ്ക്ക യൂസ് കഴിക്കാൻ സമയായി. അല്ല, കക്ഷിയെ മനസ്സിലായില്ലല്ലോ. രവിക്ക് മനസ്സിലായില്ലേ കക്ഷി? സുനന്ദയുടെ ഭർത്താവല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അത് തന്നെ കണ്ടറിഞ്ഞൂടെ? ഇത് തന്റെ രണ്ടാമത്തെ അളിയൻ രവീന്ദ്രനാഥൻ. ഓ, സുനന്ദ പറഞ്ഞിട്ടുണ്ട് നാട് വിട്ടുപോയ കക്ഷിയല്ലേ. കൊള്ളാം. എപ്പോ വന്നു? രാവിലെ. ഞാൻ 5:30 മണിക്ക് മോർണിംഗ് വാക്കിന് പോകും. ഡെയിലി നടക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ. പാവയ്ക്ക യൂസ് കഴിക്കാൻ സമയമായി. സുനന്ദേ. വക്കീല, അഡ്വക്കേറ്റ് പാറശ്ശേരി കുട്ടികൃഷ്ണമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ ഒന്നാമനാ. പുലി എന്ന് വെച്ചാ പുലി, പക്ഷെ കാശിനാർത്തിയ. വാ തുറക്കണേ 100ന്റെ കെട്ട് മുന്നിൽ വെക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത മോനാ ഇത്, അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. അച്ഛനെ പോലെ അല്ല, കോടതിക്കകത്ത് ആണാണെങ്കിൽ വാ തുറക്കില്ല. എന്നാലോ ഈ ഓട്ടവും ഊണും പാവയ്ക്കാനീരും മിടുക്കനാ. എന്താ എല്ലാരും ഒഴിഞ്ഞു മാറി നിക്കണേ? ഡാ അർജുൻ, നിന്റെ അനിയത്തിമാരെ ചെറിയമ്മയടാ. എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയടാ. വാട്ട്സ് യുവർ നെയിം? ഹിന്ദിയിൽ ചോദിക്കടാ. സുജാജി, he doesn't know Hindi, but he got big 0 in Hindi. ഓടി. എന്നാ കാപ്പി കുടിച്ചോ? കുടിച്ചോക്കെ. എന്താണ് ഹിന്ദിയില്? മലയാളം പറഞ്ഞാൽ മതി, മനസ്സിലാവും. ഏ, മലയാളം അറിയോ? അയ്യോ, എങ്ങനെയാ പഠിച്ചേ? അവിടെയൊക്കെ മലയാളം ഉണ്ടോ? അച്ഛൻ പഠിപ്പിച്ചതാ. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. കേട്ടോടാ, അങ്ങനെ കുട്ടികള്. അമ്മയ്ക്കറിയോ മലയാളം? ഉവ്വുമായി പറഞ്ഞാ മനസ്സിലാവും. അയ്യോ, വർത്താനം പറയാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഓ, സമാധാനായി. എന്താ എല്ലാരും ഇവിടെ? എടി സുജേ, ഇതുവരെ 2 ചായ എന്റെ റൂമിലേക്ക് തരാൻ പറ്റില്ല നിനക്ക്? പറ്റിയില്ല. അതെന്താന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സില്ല. ഞാൻ നിങ്ങളുടെ വേലക്കാരിയാ, എന്നെ ഭരിക്കണ്ട. ഞാൻ പിന്നെ നിന്നെ തൊഴണോ? ആസത്ത്, ഇതാരെ എവിടെ കൊണ്ടുവച്ചേ? ആരാത്? Devi uncle's wife and daughters. Which Ravi uncle? That I don't know. Mummy told me. കുറച്ച് ദിവസമായി വിരുന്നുകാർക്കൊരു കുറവുമില്ലല്ലോ. മണി, ഒരെണ്ണത്തിന് വിളിച്ച കേക്കില്ല. തിന്നു മുടിക്കാൻ എല്ലാരും ഉണ്ട്, ഒരാവശ്യത്തിന് ആരുമില്ല. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ പടങ്ങൾ കാണായിരുന്നു. ആരാ? ഹരി എവിടെ? അവൻ പല്ല് തേക്കണു. ഞാൻ വരുമ്പോ അവൻ ഭയങ്കര ഉറക്കം. പണ്ടേ ഉറക്കപ്രാന്തനാ. നിങ്ങൾ ആരാ? നീന, നിനക്ക് ആളെ മനസ്സിലായില്ലേ? രവിയേട്ടൻ. യോ ബ്രദർ. ആ, ഞാൻ പറയാറില്ലേ രവിയേട്ടന്റെ കാര്യങ്ങള്. പണ്ട് ഞാൻ എന്തൊക്കെ വികൃതി ഒപ്പിച്ചാലും അച്ഛന് നടി രവിയേട്ടന്. ഇപ്പൊ അത് പറയരുത് രവിയേട്ടൻ. മതി മതി, തുപ്പ്. ബ്രഷിങ് കഴിഞ്ഞിട്ട് മതി സംസാരം. എന്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. കോഫി വേണ്ട. അപ്പോ പിന്നെ വരൂ. ഓ, ഞാൻ പിന്നെ വരാം. രവിയേട്ടൻ പോയോ? പോയി. ആ, ഇരിക്കാൻ പറയായിരുന്നില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു സംസാരിക്കേണ്ടെന്ന്. ചെല്ല്, താഴെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. നീ കണ്ടോ? കണ്ടു. ആഹാ. വെള്ളപ്പൊക്കം ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ചില അഭയാർത്ഥികൾ വരാറില്ലേ? കണ്ട അതുപോലുണ്ട്.